ഹലോ ഗൈസ്, നാളെ ന്യൂ ഇയർ ആണ്. ന്യൂ ഇയർ ആയിട്ട് നമ്മളെ സ്പെഷ്യൽ എന്താ ഭാവി? ന്യൂ ഇയറിന് എന്താണ് ചെയ്യണത്? നോർമലി കടപ്പുറത്ത് പോകും, ബീച്ചിൽ പോകും. കടപ്പുറത്ത് പോയി എന്ത് ചെയ്യും നമ്മള്? ചുമ്മാ കടലിൽ കുളിക്കും, രാത്രി എന്ത് ചെയ്യും? ചില്ലടിക്കും, പാർട്ടി പാർട്ടി. പാർട്ടി. അപ്പൊ വെറൈറ്റി ആയിട്ട് വേറെ സ്ഥലത്ത് പാർട്ടിക്ക് പോയാലേ? അത് കൊച്ചി പോയാലേ? കൊച്ചിയില്ല, അവയ്ക്ക് 7 വയസ്സായി. അപ്പൊ ആനി ചേച്ചിന് അഭിഞ്ചേട്ടനും അധ്യാപകനും ട്രീറ്റ് ചെയ്യുന്ന പോലെ വാവയെ ഞങ്ങൾ ഇന്ന് ട്രീറ്റ് ചെയ്യട്ടാ. സ്വന്തമായിട്ട് ബാഗ് എടുക്കാനോ എടുത്തിട്ട് തരണോ നോക്ക്. ഇങ്ങനെയാണ് ട്രിപ്പ് പോകുമ്പോ സ്വന്തം ബാഗ് സ്വന്തമായിട്ട് എടുക്കണം. അയ്യോ ട്രെയിൻ പോകും, ട്രെയിൻ പോകും. അവൻ ട്രെയിൻ പോൺ എടു പെട്ടെന്ന് എടു. മാമ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറാൻ പോകുന്നത്. അവ എത്തി വെക്കണേ ഇതാ കൊച്ചി. ട്രെയിൻ പോവാന് പുറത്ത് അവർ ID പ്രൂഫ് ചോദിച്ചത്. അവയ്ക്ക് വാഷ്റൂം പോണോന്ന്. വാവ ഇവിടുത്തെ വാഷ്റൂം ഇതുവരെ കണ്ടിട്ടില്ല. വാഷ്റൂം പോയിട്ടുണ്ടോ? ഇത് തന്നെ മാത്രം വേണ്ടി ബാത്റൂം പോണ പോയിട്ട് വാ. നീ സത്യം പറഞ്ഞ മൂത്രം ഒഴിച്ചില്ലല്ലോ. നിങ്ങൾ വിചാരിക്കും എന്താ ആനിയെ കൊണ്ടുവരാത്തത്? ഞങ്ങളുടെ ബോയ്സ് ട്രിപ്പാണ്. ഞാനും ജോസേട്ടനും വാവയും ന്യൂ ഇയർ പ്ലാൻ. എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ല. എങ്ങോട്ടെങ്കിലും പോവാം. വാവേനെ കൊച്ചി കാർണിൽ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ട്രെയിൻ നമ്മങ്ങനെ ഭയങ്കര ലേറ്റ് ആയിപ്പിച്ചു. ഇപ്പൊ തന്നെ സമയം 11:15. നമുക്ക് ഇവിടെ നിന്ന് എത്താൻ പറ്റുമെന്ന് അറിയത്തില്ല. വാവയ്ക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാർണിവൽ കാണാൻ പറ്റും. വലിയ പാപ്പയില്ലേ? വലിയ പാപ്പയിൽ ഇങ്ങനെ കത്തിക്കും. അത് കാണാൻ നമ്മൾ കൊച്ചി വന്നത്. അത് കണ്ടിട്ട് നമ്മൾ അടുത്ത ട്രെയിനിൽ വീട്ടിൽ പോകും. എനിക്ക് ട്രെയിനിൽ 4 മണിക്കൂർ ഇരുന്നപ്പോ ചത്തായ പറയണ്ട. നമുക്ക് കാറിൽ വരാൻ മതി. ട്രെയിൻ കൊള്ളൂല. എന്തുകൊണ്ട് കൊള്ളൂല? ട്രെയിന് പണ്ട് എന്റെ ബർത്ത്ഡേ വീഡിയോയിൽ ഞാൻ കൊച്ചി വന്ന് കിടന്ന് കറങ്ങുമല്ല. ആ വൈബ് അടിക്കണേടാ ഇങ്ങനെ ഇരിക്കുമ്പോ. തുടങ്ങാറായി ഇപ്പൊക്കെ എവിടെ കയ്യെ വിട്ടിട്ട് ഓടുന്നു. കറക്റ്റ് 12 മണിയാകുമ്പോയില്ലേ 12 മുന്തിരി കഴിച്ചിട്ട് 12 വിഷ് ചെയ്തായില്ലേ പറയുന്ന കാര്യം കറക്റ്റായിട്ട് നടക്കും കേസ്. 12 തീർന്നടാ. സമയമാണേലും മുന്തിരി തീരും കേട്ടോ. കത്തി തീർന്ന്. ഫൺ ഓഫ് ദ പോയിന്റ് എന്താ അറിയാമോ? ഞാൻ 12 വിഷ് പറയാൻ വേണ്ടിട്ട് മറ്റേ ലാസ്റ്റ് മുന്തിരി കഴിച്ച് വെച്ചിരുന്നല്ലോ. സമയം നോക്കിയാൽ 12:01. അത് കഴിക്കാൻ പറ്റിയില്ല. കാറിൽ കഴിഞ്ഞ ആൾക്കാരെല്ലാം പോകുന്നു. നമുക്ക് അതിന് മുന്നേ ഇറങ്ങണം, അല്ലെ ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ. പാടാണ് കേട്ടാ. ഇവിടെ നിന്ന് നമുക്ക് ഇനി നമ്മുടെ എടപ്പള്ളി പോകണം. ഭയങ്കര മുട്ടം ബ്ലോക്ക്. പറയുന്നല്ലോ. എന്നാ ഓട്ടോയിൽ പോവാം. അങ്ങനെ നമ്മള് കാർണിവൽ എല്ലാം കഴിഞ്ഞ് നമ്മള് ടയേർഡായി. നമ്മള് 2 മണിക്കൂറേ ആയിട്ടുള്ളൂ വന്നിട്ട്. ശരി വാ വീട്ടിൽ പോകാം. റെയിൽവേ സ്റ്റേഷനിൽ പോകാം. ഷവർമയാ? അതെങ്കിലും നടക്കട്ടെ. കൊച്ചി വന്നിട്ടില്ലേ വാവേ? ഇവിടെ വന്നാ ഞാൻ ചത്തായി. വാവേ ഇതാണ് ബോയ്സ് വൈബ്. നീ വിചാരിച്ചത് എന്റെ വലിയ ലക്ഷറി പൂളിലൊക്കെ കിടക്കുമെന്നാ. ഇതാണ് ബോയ്സ് വൈബ്. ഇങ്ങനെ പിടിക്കും. വാവയ്ക്ക് അറിയത്തില്ല കേട്ടോ നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നതെന്ന്. റെയിൽവേ സ്റ്റേഷനിൽ വാ. പോവാ വീട്ടിൽ പോവാ. നമ്മൾ എവിടെ നിൽക്കുന്നു? എഴുന്നേക്ക്, ഉറക്കത്തില്ല എഴുന്നേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കണ ഓർമ്മയാണോ? നമ്മൾ എവിടെ നിൽക്കുന്നു? നിനൊരു കാര്യം അറിയാമോ? നമ്മള് പ്ലെയിനിലാണ് പോകാൻ പോണത്.
നിന്നെ ഇത്ര ടൈം പറ്റിച്ച് പിന്നെ എന്തിനാ നിന്നെ ഇത്ര ഡ്രസ്സ് കൊണ്ടുവന്ന്? അല്ല അറിയാമോ ബോയ്സ് ട്രിപ്പാണ് പോകുന്നതാവേ. ഹാങ് ഓവർ മൂവി കണ്ടിട്ടുണ്ടോ? നമുക്ക് അതുപോലെ പോവാമേ. അതെ ഈ പെട്ടി ഒന്ന് വളയ്ക്കോ? വളഞ്ഞു പോകുന്നു. ഇവന്റെ പ്രായത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തോണ്ടിരുന്നത്? ഇതെന്താ നമുക്ക് ചേട്ടന്മാരായിട്ട് ഗോവയിൽ ഇപ്പൊ അടിച്ചു പൊളിക്കാൻ പോകുന്നു. ഗോവ എന്ന് അറിയാമോ? അവിടെ അടി ഇട്ടിട്ട് ചേച്ചിമാർ ഇങ്ങനെയാണ് നടക്കും. മനസ്സിലായി ചാട്ടം. എനിക്ക് അങ്ങനെ തന്നെ പൊന്നെ ഇഷ്ടമില്ല. അവരുടെ എക്സൈറ്റ്മെന്റ് കണ്ടിട്ട് എന്റെ സന്തോഷം നോക്കി. 6 മണിയായി ഇതുവരെ ഉറങ്ങിയില്ല. ആ പുറത്തുള്ള ഫ്ലൈറ്റ് നോക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ. അവരുടെ സന്തോഷം കണ്ടാച്ചാ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കുറച്ച് തുപ്പൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വാവേ ഇപ്പൊ ആ ചേച്ചി കുറച്ച് പഞ്ഞി കൊണ്ടുവരും. അത് മൂക്കിലും കാതിലും വെക്കണേ. ബൈ. ഇത് വച്ചിരിക്കുന്നത് ഇത് നമ്മ കഴിക്കാൻ. ഇത് ഇങ്ങനെ വച്ചാ നമുക്ക് കൈ വെക്കാൻ ഭയങ്കര പാട്. ഇങ്ങനെ വച്ചാ കൈ വെക്കാൻ സിമ്പിൾ. ബാക്കി എനിക്ക് അറിഞ്ഞൂടാ. ടി വി ഒക്കെ നോക്കാൻ പറ്റും. നേരത്തെ ഫ്ലൈറ്റ് വന്നിട്ടുള്ളതല്ലെയാണ്. അതെ ചേച്ചാ ഈ ഗ്ലാസ് എന്ത് തുറക്കാൻ പറ്റാത്ത? ആ ഗ്ലാസ് എന്താ തുറക്കാൻ പറ്റാത്ത? കാറാ. നീ ധൈര്യം ഉണ്ടെങ്കിൽ ഫ്ലൈറ്റ് പൊങ്ങുമ്പോ പേടിക്കല്ലോ. ധൈര്യം ഉണ്ടെങ്കിൽ അഭയ ചേച്ച ഫ്ലൈറ്റ് പൊങ്ങുമ്പോ ഉറങ്ങരുത്. ശരി ശരി ചലഞ്ചാണേ. ഞാൻ പറഞ്ഞു ഉറങ്ങരുത്. എന്താ സാർ ഉറങ്ങുന്നു? ഹലോ ഉറങ്ങണ്ട. ആ ഉറങ്ങട്ടെ. എനിക്ക് പേടിയാണ് പൊങ്ങുമ്പോ. ഫ്രഷ് അടിക്കണ അടി. ഇത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ നമ്മള് എത്തിയിരിക്കാണ്. വാവപ്പെട്ട എക്സൈറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റ് നിർത്തിട്ട് ഉറങ്ങിക്കളഞ്ഞു. ഇതാണ് പറഞ്ഞത് നേരത്തെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിട്ട്. നേരത്തെ ഉറങ്ങാതെ ഫ്ലൈറ്റ് എല്ലാം നിർത്തിയതിനു ശേഷം കിടന്ന് ഉറങ്ങുന്നു. ഒരു വർഷത്തെ പ്ലാൻ ശേഷം നമ്മുടെ ഗോവ ട്രിപ്പ് സെറ്റ് അടി. Zinclinona, eu quero casar. അയ്യോ പിടി. ബി ജെന്റിൽമാൻ. ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തോട്ടുന്ന കണ്ട. വാ.
ഗൈസ് അങ്ങനെ നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് കിടില റൂം ആട്ടോ. കയറി വരുമ്പോ തന്നെ ഫുള്ള് മറ്റേ ഹയാത്തിനകത്ത് വരുന്ന പോലെ ഇരിക്കുന്നു. ഹയാത്തിനകത്ത് വരുന്ന പോലെ ഇരിക്കുന്നു. കിടില ബെഡ് ഇങ്ങോട്ട് വാ, നമ്മളെ കുറച്ച് ഓ ഞാൻ വേറെ എന്തെങ്കിലും നോക്കട്ടെ. ഇങ്ങോട്ട് വാ. വലിയ ബാൽക്കണി വിത്ത് പൂൾ വ്യൂ. നമുക്ക് അവിടുത്തെ വ്യൂ എന്താ നോക്കാം. ഇവിടെ വലിയ പ്രത്യേകിച്ച് വ്യൂ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ അതടച്ചോ. നമുക്ക് കറങ്ങാൻ പോയാലാ? വന്നിട്ട് എന്ത് ചെയ്യാനാ? കറങ്ങാൻ പോവാ. അങ്ങനെ ഉറക്കമെല്ലാം എഴുന്നേറ്റിട്ട് ഈ പുടി പാനെ ഞാൻ പൂളിൽ കുളിപ്പിക്കാൻ പോകും. ഞാൻ കുളിക്കുന്നില്ല ഗൈസ്, എനിക്ക് വയ്യ കുളിക്കാൻ വേണ്ടിയിട്ട്. അത് മുടിയൊന്നുമില്ല. എപ്പ പൂളിൽ കുളിച്ചാലും പൂളിൽ ഇറങ്ങത്തില്ല. ഇപ്രാവശ്യം നീ പൂളിൽ കുളിക്കും. പക്ഷേ ഞാൻ മറ്റേ ഇതെടുത്ത് തേട്ടാ. എന്ത് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റിട്ട് വന്നു പൂളിൽ ഇറങ്ങാൻ. ഗൈസ് അങ്ങനെ വാവ ചാടാൻ പോവാണ്. കോൺഫിഡന്റ് പോണ്. ഇപ്പൊ നോക്കിക്കോ. ഇറങ്ങടാ ഇറങ്ങടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങ് അറ്റം വരെ നീന്ത്. ഇന്നലെ കാല് പറഞ്ഞില്ല, അതുകൊണ്ട് നീന്ത്. ഗൈസ് ഞാൻ ഇറങ്ങുമായിരുന്നു. എന്റെ മുടി കണ്ട, എന്റെ മുടിയും തലയിലും ഒന്നുമില്ല ഗൈസ്. അതാണ് മെയിനായിട്ട് ഞാൻ ഇറങ്ങാത്ത. ഗൈസ് അങ്ങനെ ബാൽക്കണിയിൽ നിന്ന് ഇവരെ കുളിസീൻ കാണാം. കുളിസീനല്ല, ഇവര് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്ന കാണാം ഗൈസ്. ഗൈസ് ഞാനൊക്കെ ആദ്യമായിട്ട് ഗോവയിൽ വന്നത് +2 എല്ലാം കഴിഞ്ഞ് കോളേജിൽ പഠിക്കുമ്പോഴായി. ഒരുത്തം കണ്ട 7ാമത്തെ വയസ്സിൽ നമ്മൾ അന്ത കാലത്ത് വൈബ് ചെയ്ത പോലെ ഇന്ന കാലത്ത് അവൻ വൈബ് ചെയ്യണം. പിള്ളേരുടെ ഓരോരുടെ വളർച്ചയെ ജനറേഷൻ പോണ പോക്കേ. വാ വാ വാ, ഫുഡ് വന്ന്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പബ്ബിലല്ല അവനുള്ളതുകൊണ്ട് പബ്ബിലൊന്നും പോകാൻ പറ്റത്തില്ല. നമുക്ക് ഗോവ വൈബ് ഒന്ന് കണ്ടാലോ? പോയിട്ട് വരാം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ സ്കൂട്ടർ രണ്ടിനടുത്ത് ഇവിടെ കറങ്ങാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് സ്കൂട്ടറാണ്. ടാക്സി പിടിക്കാൻ നല്ല കാശ് കയറും. ഗൈസ് അങ്ങനെ കരിക്ക് കുടിക്കാൻ വേണ്ടിട്ട് വന്നു. ഉപ്പല്ലേ ഈ കരിക്കില്ലേ? ഇവിടുത്തെ പശു ഇല്ലേ, പശുകള് മൂത്രം ഒഴിക്കുന്ന മരത്തിനുണ്ടാവാൻ കരിക്കാൻ ഉണ്ട്. വേണ്ടേ? 2 കരിക്ക് പറഞ്ഞു. ഒരെണ്ണം കൊള്ളായിരുന്നു, ഒരെണ്ണം ഫ്ലോപ്പായിരുന്നു. ആ ഫ്ലോപ്പിനെയാണ് കുടിച്ചു തീർക്കുന്നത്. ഗൈസ് ബാബേനെ ഞങ്ങൾക്ക് കടലിൽ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ബാബേനെ ജെസ്കിയിലും കയറ്റത്തില്ല, ബനാന റൈഡിലും കയറ്റത്തില്ല, ബമ്പർ റൈഡിലും കയറ്റത്തില്ല. ഓക്കെ, ബാബയ്ക്ക് ഏജ് കുറവായതുകൊണ്ട് ബാബയെ പറ്റത്തില്ല. പഴം വേണം. എടുത്തിട്ടോ ഗോവ ഈ ബീച്ച് കൊള്ളത്തില്ല കേട്ടോ. നമുക്ക് വേറെ ബീച്ചിൽ പോവാം. നമ്മുടെ ബീച്ചിനെക്കാളും കൊള്ളത്തില്ല അല്ലേ? എനിക്ക് ബീച്ച് വാ. ഇല്ല, ഇങ്ങനെ എടുത്തിട്ട് ഒരു കൈനകത്ത് വെക്കണം. ഇങ്ങനെ കഴിക്കണ്ടേ? ഫുഡ് കാണാത്ത പിള്ളേരെപ്പോഴും ഇരുന്ന് കഴിക്കുന്നു. നേരത്തെ ബീച്ച് ഭയങ്കര വൃത്തിയാണെന്ന് പറഞ്ഞില്ലേ? ഇതാണ് കിടിലായിട്ടിരിക്കുന്ന ക്ലീൻ ബീച്ച്. എനിക്ക് ഐസ്ക്രീം ഒന്നും വേണ്ട. ഞാൻ കഴിച്ച് തീരായപ്പോ പറയുന്നത് അറിയാം ഇത് തീർന്നു പോകുന്നു. അപ്പൊ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് തരാം കേട്ടോ. എന്ത് സംഭവം എന്താണ്? ഗൈസ് വാവ നമ്മുടെ വൈബിൽ ഇട്ടായിട്ടുണ്ട്. ഞാൻ കഴിക്കില്ല. അഭിയേട്ടന്റെ സാധനമാണ്. അഭിയേട്ടനെ ഓർഡർ ചെയ്തത്. Jinclinona, yo quiere casar. 6 out of 10. കൊള്ളൂല.
ഗൈസ് അങ്ങനെ വാവയ്ക്ക് ബർഗർ മേടിച്ചു. എവിടെ വന്നാലും ബർഗറും പിസയും ബർഗറും പിസയും. Zinclinona, yo quiere casar. ഞാനിച്ചാൽ അവിടെ ജർമ്മനി നിൽക്കുന്നത് ഫുള്ള് മഞ്ഞ്. നമ്മളാണെങ്കിൽ ഇവിടെ ചൂടത്തെ കിടക്കുന്നത്. Casa non te porta, non te cai logo pasha. നമ്മൾ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഈ പാനിപ്പൂരി കട കണ്ടിട്ട് ഭയങ്കര ശുദ്ധിയുള്ളതും ക്ലീൻ ഉള്ളതായിട്ട് തോന്നി. അതാണ് നമ്മൾ ഇവിടെ കയറിയത്. കഴിച്ചിട്ട് നമുക്ക് കൊള്ളാൻ വന്നു. ചുടിനും നാട്ടിൽ ഇങ്ങനത്തെ കിട്ടത്തില്ല. എരിവില്ലാത്ത എത്ര എണ്ണം കഴിക്കും? 10 എണ്ണമാ? ആദ്യം സേഫിന് നിനക്കൊരു 3 എണ്ണം പറയാം. അല്ല 4 എണ്ണം പറ. 4 എണ്ണം ഓക്കെ. നമ്മൾ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. വാവേനെ പബ്ബിൽ കയറ്റോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. പമ്പല്ല, പാർട്ടി. എല്ലാരും ഇങ്ങനെ ഡാൻസ് കളിക്കും. പോവാ ഗൈസ്, നമ്മൾ ഗോവയിലെ ഏറ്റവും റിവ്യൂ ഉള്ള ഹോട്ടലിൽ വന്നു. നമ്മളന്ന് മുംബൈ പോകാൻ സമയത്ത് വന്നില്ലേ, ആ ഹോട്ടലിൽ വന്ന്. ഇതാണ് വാവേ ബോയ്സ് ട്രിപ്പ്. നീ ഇതൊക്കെ നിന്റെ ഗേൾഫ്രണ്ട് പറയുമോ? എനിക്ക് ഗേൾഫ്രണ്ട് ഇല്ല. അവർക്ക് എന്ത് കഴിക്കാൻ വേണം? മീൻ വേണോ, ചിക്കൻ വേണോ, എന്താ വേണ്ട? എന്തോ നന്ദ കഴിക്കാൻ എല്ലാം ഉണ്ട് ഇവിടെ കഴിക്കാൻ. എനിക്ക് ബർഗർ മതി. ഇവനുണ്ട്, ഇവന്റെ ഒരു ബർഗറും പിസയും ഉണ്ട്. Zinclinona, yo quiere casar. ഗോവ ഫുള്ള് ലൈറ്റ്. ഇവിടെ കുറെ സ്ഥലത്ത് ഡി ജെ. എത്ര സമയം കളിച്ചിട്ട് ഇവിടെ ഡി ജെ തീരുന്നില്ല. ഇവിടെ ഡി ജെ, അവിടെ ഡി ജെ, ഇവിടെ ഡി ജെ, ഇവിടെ ഡി ജെ. സത്തായി ഫുഡ് കഴിച്ചിട്ട് ഡി ജെക്ക് വന്നേ ഉള്ളൂ. ഇനി വിശക്കുന്നു. അത്രയ്ക്ക് വലിയ ഡി ജെ. Zinclinona, yo quiere casar. ഗൈസ്, അങ്ങനെ രാവിലെ 4 മണിയായി. നമുക്ക് ഫ്ലൈറ്റിന്റെ സമയമായി. ഇവിടുത്തെ കിടന്ന് ഉറങ്ങണമൊക്കെ. ഫ്ലൈറ്റിന് സമയമായി. ഫ്ലൈറ്റ് സമയം. ഫ്ലൈറ്റ് സമയം. ഫ്ലൈറ്റ് സമയം. പോവാ റെഡി. പോവാ. പല്ലം തേക്കണ്ട. വാ. ഓക്കെ. വാവ റെഡി. മണാലി പാക്കേജ് റെഡി. ഓക്കെ. മണാലി പാക്കേജ് റെഡി. പോവാ. എഴുന്നേറ്റിട്ട് പറയണ തണുക്കണമെന്ന്. എയർപോർട്ടിലെ ഇങ്ങോട്ട്. അങ്ങനെ നമ്മള് ഗോവ വിട്ട് പോവാണ്. എവിടെ പോവാണ്? ഗോവ വിട്ട് വീട്ടിൽ പോകുന്നില്ല, ബിരിയാണി കഴിക്കാൻ ബാംഗ്ലൂർ പോവാണ്. വീട്ടിൽ പോകുന്നില്ല, ബിരിയാണി കഴിക്കാൻ പോണു ബാംഗ്ലൂര്. നിന്നെ കൊണ്ടുപോലെന്ന് അറിയാമെന്ന. നിന്നെ കൊണ്ടുപോകും. ഓട്ടോമാറ്റിക് കൺട്രോൾ. ഗൈസ്, അങ്ങനെ വാവ 500 രൂപയുടെ ചായ മേടിച്ചിട്ട് വന്നു. കുടിക്ക് കൊള്ളാമോ നോക്കട്ടെ. 500 രൂപയുടെ കട്ടൻ. ജസ്റ്റ് എയർപോർട്ട് തിങ്സ്. 500 രൂപയ്ക്ക് നല്ല 10 രൂപയ്ക്കും കൊള്ളത്തില്ല. കഴിക്കുന്നു. 50 രൂപയ്ക്ക് തുറക്കാനും പറ്റുന്നില്ല. 500 രൂപ പറയട്ടെ ചേട്ടാ. ഷുഗർ അതേ നോക്കണം. സിമ്പിൾ. ഇഷ്ടം അഭിയാചാച്ചന്. മതി. ബാക്കി വിൻഡോ സീറ്റ് വേണമെങ്കിൽ മാഗി എനിക്കിതാ. വിൻഡോ സീറ്റ് വേണോ മാഗി വേണോ? വിൻഡോ സീറ്റ്. അപ്പൊ മാഗി താ. എന്റെ വണ്ടി കണ്ടോ? ഓട്ടോമാറ്റിക്. ലാസ്റ്റ് എത്തുന്നവൻ ഗേ. ലാസ്റ്റ് എത്തുന്നവൻ ഗേ. അങ്ങനെ ഗൈസ്, ബാബ ഗേ ആയി. ഗേ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? നിറയെ മുട്ടായി കിട്ടുന്ന ആളാണ് ഗേ. അപ്പൊ ബാബ ആരായി? മോയ്. ബാബ ആരായി? ഗേ. ബാബ ആരായി?
ഗേ 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 ഗേ. അയ്യോ, ഭയങ്കര. ഇതാണ് പറയുന്നത് നീ പെട്ടി വാങ്ങിക്കേണ്ടത്. എന്ത് ഇത് ഓട്ടോമാറ്റിക് താനെ വിട്ട കണ്ടാ. എന്റെ ആദ്യം എക്സൈറ്റ്മെന്റ് കണ്ടു കേട്ടാ. ഇപ്പൊ എന്തോ ഡെയിലി ഫ്ലൈറ്റിൽ പോകുന്നതാണ് പോണത്. Please move. ഓറ ഓറ. Please move. കണ്ണാടി കണ്ണാടി. നോ. ഗൈസ്, അങ്ങനെ നമ്മൾ ഗോവയിൽ നിന്ന് നേരെ ബാംഗ്ലൂർ എത്തി. ഇത് ഫുൾ കറക്കം ട്രിപ്പാണ് കേട്ടാ. നമ്മൾ നേരെ എന്ത് എവിടെ പോന്ന് വാവേനെ കളിപ്പിക്കാൻ പോവാമാ അടി. ഓക്കെ, നമുക്ക് കളിച്ചിട്ട് വീട്ടിൽ പോവാം. ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ചേരെ വീട്ടിലോട്ട് പോകാൻ പോകണം. നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ട് നോക്ക്. എന്ത് കിടില എയർപോർട്ട് കണ്ട. നമുക്ക് ഇഷ്ടപ്പെട്ടാ ഇവിടുത്തെ എയർപോർട്ട്? കിട് സീൻ എയർപോർട്ട് കേട്ടാ. ഇന്ത്യയിലെ സൂപ്പർ എയർപോർട്ട് ഇതായിരിക്കും അല്ലേ നമ്മൾ പോയിട്ടുള്ള. ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ പറഞ്ഞത്. സൂപ്പർ, കൊള്ളാം. നമ്മള് ബാംഗ്ലൂർ ഇറങ്ങിയത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. ഗോവയിൽ നിന്ന് ബാംഗ്ലൂർ ഇറങ്ങി ഫുഡ് കഴിച്ച് അടുത്ത ഫ്ലൈറ്റ് എടുത്ത് പോവാം സമയമായി. എന്തോന്ന് പറഞ്ഞ അവയുടെ പറഞ്ഞു ഇതിനകത്ത് ട്രെയിൻ ഉണ്ട്, ട്രെയിനിലാണ് പോണേ. പോവാം. പുതിയതായിട്ട് ഒരാൾ എയർപോർട്ടിൽ വരുവാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്? വാവ ഇപ്പൊ 2-3 ഫ്ലൈറ്റ് ഒക്കെ യാത്ര ചെയ്തല്ലോ. ആദ്യം എങ്ങനെയാണ് വരേണ്ടത് എയർപോർട്ടിൽ? എന്നിട്ട് എയർപോർട്ടിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യണം? അത് പോലീസ് നമ്മളെ ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഫോട്ടോ എടുത്തിട്ട് എന്നെ വിട്ട്. വേറെ കാര്യം പറയട്ടാ, മറ്റേ നമ്മൾ ഫുൾ പെട്ടിയാണ് അവർ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അങ്ങോട്ട് ട്രിവാൻഡ്രത്തോട്ട് അയച്ച് നമ്മൾ അവിടെ നമ്മുടെ വീട്ടിലോട്ട് അയച്ചായി. നമ്മൾ വീട്ടിൽ പോകുമ്പോ അത് പെട്ടി നമ്മുടെ വീട്ടിൽ ഇരിക്കും. ഇതെന്ത് കൊടുക്കാത്ത? ഇത് നോവയുടെ പെട്ടിയാണ്. അവൻ ആകെ മനസ്സിലാത്ത എയർപോർട്ടിൽ കയറിയപ്പോ അവൻ ഇങ്ങനെ നോക്കിയെന്ന്. അവന്റെ അവിടെ നിന്നാ മതി. ഡോണറ്റ് വേണ്ടല്ലോ നിനക്ക്, ഞങ്ങൾ കഴിച്ചിട്ട് തരാം. D7 അവിടെ ചെയറിലിരുന്നോ പോയിട്ട്? അവൻ പോയിട്ട് വരേച്ചാ. നമ്മുടെ ഇല്ലേ നീ എന്താ കഴിക്കാം. എന്താ പോയി? ഞാൻ പറഞ്ഞല്ലോ നീ D7 അവിടെ ഇരുന്നെങ്കിൽ ഞങ്ങള് ഡോണറ്റ് എല്ലാം കഴിച്ചിട്ട് പയ്യെ വരുമായിരുന്നല്ലോ. ഒഴിഞ്ഞു കിടക്കും. നമുക്ക് ഏറ്റവും ബാക്ക് സീറ്റ് കിട്ടി. പൈസ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറി. ഇന്നലെ ഇന്നൊരു ഉറങ്ങി. നമ്മൾ കൊച്ചി, ഗോവ, ബാംഗ്ലൂർ 3 സ്ഥലത്ത് നമ്മൾ കവർ ചെയ്ത്. ഈ 2-3 ദിവസത്തിൽ കിടലാൻ പോയായിരുന്നു. അപ്പോൾ പൈസ വീട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ചോറും മീനും. ട്രെയിനെ കുറിച്ച് പോകണം. 2 ട്രെയിന്. ഓക്കെ, നമ്മളെത്തി. ട്രെയിനിൽ പോകണ്ടാ, നമ്മൾ വീട്ടിൽ പോകണ. നേരെ വന്ന് കാൽ മുറിഞ്ഞു. നമ്മൾ നേരെ ട്രെയിനിൽ ഇറങ്ങി വീട്ടിൽ പോകുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ ഗോവയിൽ നിന്ന് വീട്ടിലെത്തി. ആനി നമ്മളോട് ഗോവയിൽ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആനിക്ക് സാധനങ്ങൾ മേടിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. ഇല്ലേ, വെറും കൈയോടെ വരാൻ പറ്റത്തില്ലല്ലോ. ബായ്. അനിമോൾ ഗോവയിൽ നിന്ന് ഒന്നും കൊണ്ടുവന്നാന്ന് വിചാരിക്കണ്ട. ഇതാ നോക്ക്, തുറന്നു നോക്ക്. നിനക്ക് തന്നെ തുറന്നു നോക്ക്. നിനക്ക് തന്നെ തുറന്നു നോക്ക്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ പറയും അവന്റെ അമ്മയ്ക്ക് കൊടുക്കണമെന്ന് പറയും. ഇത് ജോസ്റ്റന്റെ സെലക്ഷൻ ആയിരുന്നു. 2 സക്സസ്, 3 സക്സസ്, 4 സക്സസ്.
5 സക്സസ്. ഇവനില്ലേ ആനയുടെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സല്ലേ ഇവനാണ് ഇപ്പൊ എടുത്തിരുന്നത്. നീ ഇട്ടിട്ട് പോയ മഞ്ഞ ഡ്രസ് എന്റെ അല്ലേടാ. ഓ ഗൈസ് നമ്മൾ വന്നിട്ട് എല്ലാ ആനക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്ത ഗൈസ് നമ്മൾ വീട്ടിലുള്ളവർക്കും കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, അവർക്ക് കൊടുക്കാം. ഇത് അമ്മയ്ക്ക് പേഴ്സും കൂടി ഉണ്ട്. അതായത് അമ്മയ്ക്ക്. അടുത്ത് കാല് വയ്യാത്ത അമ്മയ്ക്ക്. സൂപ്പർ, നല്ല കളറാണ്. ഗോവൻ ഗോവൻ. അടുത്ത ആർക്കടാ വാവേ? ആദ്യമായിട്ടൊരു യാത്ര പോയിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്ന സാധനം ആണോ? ഉണ്ടാ വാവേ? പിന്നെ അവരെല്ലാം ഹാപ്പിയാണ് ഗൈസ്. ഇത് എന്നാ വാങ്ങിച്ച അമ്മയ്ക്ക്. ആ ഓക്കെ, നീ നിന്റെ അമ്മയ്ക്കെല്ലാം വാങ്ങ്.